നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലുള്ള നിയമനമാണ്. അപ്പോൾ ഇതിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനാണ്. എല്ലാത്തിൻ്റെ ഡേറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിലേക്ക് വേക്കൻസിയും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മാത്രം നമ്മൾ ഓരോരോ നോട്ടിഫിക്കേഷൻ്റെ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ കോമൺ ആയിട്ട് പറയുന്ന അതിൻ്റെ എക്സാം ഫീ അതുപോലെ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയുടെ അവസാനത്തിലായിരിക്കും പറയാം. ആദ്യം നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേക്കൻസിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഏറ്റവും അവസാനമാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ അപേക്ഷ ഫീസ് എത്രയാണ്, സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വൈസായിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 25 മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനുവരി 10 2025 ജനുവരി 10 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വിവിധ ജില്ലകളിലോ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലേക്കുള്ള പെർമനൻറ്റ് വേക്കൻസിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. OMR എക്സാം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ SSLC ആണ് വേണ്ടത്. ഓക്കെ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും SSLC വേണം. പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ഡിപ്ലോമകളാണ് പറയുന്നത്. ഇനി ഡിഗ്രി ഉള്ളവർക്കും ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഡിപ്ലോമകൾ ഏതാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആണ്. അതായത് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന SSLC പ്ലസ് ഡിപ്ലോമ ഇൻ കോപ്പറേഷനിലുള്ള ഡിപ്ലോമയും കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒരു കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് ഈ നമ്മുടെ പ്രസ്തുത ജില്ലയിലെ, അതായത് കാസർഗോഡ് ജില്ലയിൽ തന്നെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സായിട്ടുള്ള GDC കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കർണാടകയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടോ, മറ്റു ജില്ലയിലുള്ളവർക്ക് പറ്റില്ല. കർണാടകയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് GDC, അതായത് കർണാടക ബോർഡർ ആയതുകൊണ്ട് അങ്ങനെ കർണാടകയിൽ നടത്തുന്ന ഈ പറയുന്ന കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും 10ാം ക്ലാസ്സും GDC കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ള. അപ്പോൾ കർണാടകയിലുള്ളവർക്കായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന JDC എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കഴിഞ്ഞവർ 10ാം ക്ലാസ്സും ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മുകളിൽ പറഞ്ഞ ഡിപ്ലോമയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് BCom, നമ്മൾ BComൽ നമ്മൾ കോപ്പറേഷൻ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച അല്ലെങ്കിൽ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BCom നിങ്ങൾക്ക് കോപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ എനി ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന സഹകരണ ഹയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് സഹകരണ ഹയർ ഡിപ്ലോമയിൽ നിങ്ങൾ സഹകരണ ഹയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ആണെങ്കിൽ HDC, അതല്ലെങ്കിൽ ഈ പറയുന്ന HDC ആൻഡ് BM, ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ HDC എന്ന് പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന HDC ആൻഡ് BMO നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ കൗൺസിലിൻ്റെ ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDCMൽ ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞവരാണെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BCom നിങ്ങൾക്ക് BComൽ നിങ്ങൾ കോപ്പറേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ പ്ലസ് ഈ പറയുന്ന സഹകരണ ഡിപ്ലോമ ആയിട്ടുള്ള ഈ പറയുന്ന HDCയോ അതല്ലെങ്കിൽ HDC ആൻഡ് BMO അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ കൗൺസിലിൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDCM ഇതിലേതെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം അല്ലെങ്കിൽ ബാങ്കിങ്, അതായത് BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലുള്ള ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ BSc അല്ലെങ്കിൽ സഹകരണം ആൻഡ് ബാങ്കിങ്ങിലുള്ള ആ ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷർ ആയിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഒക്കെ വിളിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇത്തരം സഹകരണ ബാങ്കുകളൊക്കെ നിയമിക്കാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ
ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഡിപ്ലോമകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണവും ശമ്പളമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഞാൻ എല്ലാം പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ജില്ലയിൽ തന്നെ ഒട്ടനവധി അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ 60 നല്ല ഏകദേശം 100ൻ്റെ മുകളിലുണ്ട്. നിങ്ങൾക്കൂടെ 111 സീരിയൽ നമ്പറും കൂടെ കാണാം. അപ്പോൾ അത്രയും സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്കുള്ള നിയമനമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പേ സ്കെയിൽ കാര്യങ്ങൾ, എത്ര വേക്കൻസി, ഇതാണ് വേക്കൻസി ഇവിടെ കാണിക്കുന്നത് 2, 3 അപ്പോൾ ഓരോ സംഘത്തിലും ഓരോ ബാങ്കിലും എത്ര വേക്കൻസി ഉള്ളതെന്നാണ് അവിടെ നോട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ അത് ഏത് കാറ്റഗറി ആണെന്നുള്ളവർ കൊടുക്കുന്നത്, ജനറൽ വേക്കൻസി ആണോ എങ്കിൽ ജനറൽ ഉണ്ടാകും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഏത് കാറ്റഗറി ആണെങ്കിലും. ഇനി SC ST വേക്കൻസി ആണെങ്കിൽ അതിലേക്ക് SC ST കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ വേക്കൻസി ഉണ്ടോ നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര സംഘത്തിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും 50% മിനിമം മാർക്കോട് കൂടി ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. അതിൻ്റെ കൂടെ നമുക്ക് സഹകരണ ഹയർ ഡിപ്ലോമ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDC ആൻഡ് BMO നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി നാഷണൽ കൗൺസിൽ, ഇത് സ്റ്റേറ്റ് കൗൺസിൽ ആണെങ്കിൽ നാഷണൽ കൗൺസിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് ട്രെയിനിൻ്റെ HDC അല്ലെങ്കിൽ HDCM കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ബിരുദം 50% മാർക്ക് ഉണ്ടായിരിക്കണം, പ്ലസ് സഹകരണ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDC ആൻഡ് BMO അല്ലെങ്കിൽ HDCMO ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ MSc സഹകരണം അല്ലെങ്കിൽ ബാങ്കിങ്, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബാങ്കിങ്ങിലുള്ള BScയോ MScയോ നിങ്ങൾക്ക് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ അംഗീകരിച്ചതും സഹകരണം, അതായത് കോർപ്പറേഷൻ്റെ ഒരു ഐച്ഛിക വിഷയമായിട്ട് നമ്മൾ പഠിച്ച ഒരു ബിരുദമുണ്ടെങ്കിൽ 50% കുറയാത്ത BCom ബിരുദാണ്, വെറും ബിരുദമല്ല, ജസ്റ്റ് BComലുള്ള ബിരുദം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. BComൽ നിങ്ങൾ ഈ പറയുന്ന സഹകരണ ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ്. 50% മാർക്ക് വേണം. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റു ഡിപ്ലോമയ്ക്ക് കാര്യമൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഒഴിവുകളുടെ ക്രമനമ്പറും അതിൻ്റെ ഏതൊക്കെയാണ് ഒഴിവ്, അതിൻ്റെ സ്കെയില് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എല്ലാത്തിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദമാണ്, എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷനാണ്, പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡാറ്റ എൻട്രിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ചതായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എന്നുള്ളതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് പ്ലസ് പ്രവൃത്തി പരിചയമാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി കാര്യങ്ങളും അതിൻ്റെ ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് അടുത്ത് നമുക്ക് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 7 years എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിഗ്രി വിത്ത് HDC അല്ലെങ്കിൽ HDC ആൻഡ് BM കഴിഞ്ഞവർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ആയിട്ട്, BSc കോർപ്പറേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ആയിട്ട്. പക്ഷേ അവർക്കൊക്കെ 5 years എക്സ്പീരിയൻസ് കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ളവർക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇതിനടുത്തത് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി നിങ്ങൾക്ക് MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി MSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ITയോ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് ഒരു ബാങ്കിൽ വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. പിന്നെ നിങ്ങൾക്ക് KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതും ഒരു ബാങ്കിലേ ഉള്ളൂ ഒഴിവ്. ഓക്കെ, ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്കെയിലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ട കോമൺ ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 25/11 ദെൻ 10/1. അപ്പോൾ ഇനി ഏത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതിലെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, നിയമന രീതി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലേക്ക് അഭിമുഖം ഉണ്ടാവും. അതിന് 2 എക്സാമും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സഹകരണ സംഘം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമന അധികാരികൾ എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് എന്താണ് പിൻവാതിൽ നിയമനം നടത്തുന്നതൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളതും പറഞ്ഞിരുന്ന് അപ്ലൈ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതിലൊക്കെ ആ രീതിയിലാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇനി എന്തോ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. മീൻസ് അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യത തന്നെ ഉള്ളൂ. കാരണം എല്ലാ പോസ്റ്റും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. കാരണം അതൊരിക്കലും നടക്കും തോന്നുന്നില്ല. എല്ലാ പോസ്റ്റും നമുക്ക് എന്താണ് പിൻവാതിൽ നിയമനം എന്നൊന്നും നടക്കില്ല. ഇനി എന്തെങ്കിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. അപ്പം അങ്ങനെ പറയുന്ന കമൻറ്റായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം ഇതിലേക്ക് കുറഞ്ഞ അപേക്ഷാ ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാം എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ്, അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന 1/1/2024 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 40 വയസ്സ് കഴിയാനും പാടില്ല. അപ്പോൾ ഉയർന്ന പ്രായപരിധി ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ഏജ് ലിമിറ്റ് 40 വയസ്സാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പട്ടികജാതി SC/ST ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. EWSനും പിന്നെ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ 80 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അഭിമുഖം ഉണ്ടായിരിക്കും. അതിന് 15 മാർക്കാണ് ടോട്ടൽ. അതിൽ നിങ്ങൾ ഈ പറയുന്ന അഭിമുഖത്തിന് ഹാജരായാൽ നിങ്ങൾക്ക് മിനിമം 3 മാർക്ക് കിട്ടും. ബാക്കി 12 മാർക്ക് നമുക്ക് അഭിമുഖത്തിൽ നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ എങ്ങനെയാണോ പെർഫോമൻസ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പരീക്ഷാ ഫീസിനോടൊപ്പം നമ്മൾ 18% GST പാടെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒട്ടനവധി സംഘത്തിലും ബാങ്കുകളിലും ആയിട്ടാണ് നമുക്ക് നിയമനം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് 150 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 150 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷാ ഫീസായിട്ട് കൊടുക്കണം. എന്നാൽ തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ഓരോ ബാങ്കിനും 50 രൂപ വീതം നിങ്ങൾ അധികമായി ഫീസായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പം 3 സംഘത്തിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 150 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എത്രണ്ണം ഞാൻ കൂട്ടിക്കഴിഞ്ഞാലും എനിക്ക് 50 രൂപ വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാനൊരു 3 എണ്ണം പാടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എക്സ്ട്രാ, അങ്ങനെ ടോട്ടൽ 4 ആണ് വിചാരിക്കുക. അപ്പോൾ 3 × 50 എന്ന് പറയുന്ന രീതിയിൽ നമ്മളത് നമ്മളെന്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ 150 രൂപയാണ് വരിക. അപ്പം ആദ്യത്തെ ബാങ്കിലേക്ക് ഞാൻ എടുത്ത 150ഉം പിന്നീട് ഞാൻ ഓരോ ബാങ്കിലേക്കും അങ്ങനെ ടോട്ടൽ 4 ബാങ്ക്. അപ്പോൾ 4 ബാങ്കിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ വരുന്നത് 300 രൂപയാണ് വരിക. ഓക്കെ, 4 ബാങ്കിലേക്ക് ടോട്ടൽ എമൗണ്ട് 300 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് 150 വരും. പിന്നെ വരുന്നത് നമുക്ക് ഓരോ ബാങ്കിൻ്റെയും 50 വെച്ച് നിങ്ങൾ കൂട്ടണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് 18% അതിൻ്റെ GST പാടെ നമ്മൾ അടയ്ക്കണം എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 50 രൂപ ഫീസ് കൊടുത്താൽ മതി തുടക്കത്തിൽ. നമ്മളിവിടെ 150 കൊടുത്ത് അവർക്ക് 50 കൊടുത്താൽ മതി ആദ്യത്തെ ബാങ്കിൽ. പിന്നീട് അവർക്ക് എത്ര ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഓരോ ബാങ്കിനും 50 അങ്ങനെ കൂട്ടിപ്പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന, ഇപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, എനിക്ക് ഫീസിൽ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട് പറയണേ. ഓക്കെ, ഇപ്പം ഞാൻ ജനറൽ കാൻഡിഡേറ്റ്സ് ആണ് വിചാരിക്കുക. അപ്പം ഞാൻ 4 ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എനിക്ക് 150 പ്ലസ് എക്സ്ട്രാ 3 ബാങ്കിന് 50, അങ്ങനെ 150 വരും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 300 രൂപയാണ് ഞാൻ അടിക്കേണ്ടത്. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 50 പ്ലസ് അതിൻ്റെ കൂടെ 3 ബാങ്കിന് 150. ഓക്കെ, അങ്ങനെ അവർ 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്പർ നിങ്ങളുടെ എത്ര സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അവിടെ 50 കൂട്ടി നമ്പർ ഈ പറയുന്ന എമൗണ്ടിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അവർ ചെയ്യേണ്ടത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത്, അതായത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീസ് അടയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫെയിൽ ആകുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും രണ്ടാമത് ഫീ അടയ്ക്കാൻ നിൽക്കരുത്. പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ഫീ അടയ്ക്കുന്നതിന് മുൻപ് സഹകരണ സർവീസ് ബോർഡിൽ നിന്ന് അവിടെ ബന്ധപ്പെട്ടിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളുണ്ട്, ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും ഫീസ് അടയ്ക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് ക്യാഷ് വെറുതെ പോകും. അപ്പോൾ നമ്മൾ ഫീ അടിച്ച് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫെയിൽ ആകുക എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് പെൻഡിങ് കാണിക്കുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ബന്ധപ്പെട്ടിട്ട് അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി
അവർ പറയുന്ന രീതിയിൽ മാത്രമേ പിന്നീട് നിങ്ങൾ ഫീസ് അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റ് നമ്മുടെ മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് പ്രിൻ്റ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും ജനുവരി 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഈ പറയുന്ന നവംബർ 25 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിന് മുകളിൽ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ നോട്ടിഫിക്കേഷനിലേക്കും ബാധകമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ എടുത്ത് പറയാത്തത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജിയോസിയിലെ പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ കേരള ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഏതിൽ വന്ന് നോക്കിയാലും മതി. അപ്പോൾ കേരള ജോബ്സ് നിങ്ങൾക്ക് കേരള CSCB എന്നാണ് ജസ്റ്റ് എൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. ഇപ്പോൾ CSCB നോട്ടിഫിക്കേഷൻ 2024 അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് തന്നെ ഇത് ഉണ്ടാവില്ല. ഈ കോളത്തിൽ നിന്ന് താഴോട്ട് വരികയും ഇവിടെ നിന്ന് ഇത് തീരെ കാണുന്നില്ലെങ്കിൽ എനിക്ക് വ്യൂ മോർ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം. അത് നെക്സ്റ്റ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കേരള CSCB നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഓരോ നോട്ടിഫിക്കേഷനും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ജൂനിയർ ക്ലർക്കാണ് അറിയേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. സെക്രട്ടറി ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ദെൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അവിടെ ക്ലിക്ക് ചെയ്യാം. ടൈപ്പിസ്റ്റാണ്. അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ നമ്മൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യാറുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ PSC ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇവിടെ ഇതുപോലെ അവർക്ക് മെയിൽ ID യും അവരുടെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നെയിം ആസ് ഇൻ ആധാർ, നമ്മുടെ ആധാറിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അതേപോലെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആധാർ നമ്പർ ഇവിടെ കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള മറ്റു ഡാറ്റാസൊക്കെ എൻട്രി ചെയ്യാനുള്ള ഉണ്ടാവും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്തു പോരാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല നമ്മൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ ഏകദേശം ഒരു 6 മാസം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് പ്ലേസ് ചെയ്യാം. ഞാൻ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ധാരണ കിട്ടും. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം ഇതിലെങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഏകദേശം നിങ്ങൾ ഇവിടെ മുതൽ ടൈം ഞാൻ പറഞ്ഞുതരാം. ഏകദേശം വീഡിയോ കാണാണ്ട് ഏകദേശം 15 അല്ലെങ്കിൽ 16 മിനിറ്റ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് വരെ കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ആകുമെങ്കിൽ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അത്ര മാത്രമാണ്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈനിങ് കൊടുക്കുന്നു. അപ്പം സൈനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. വെരിഫൈ എന്ന് കൊടുക്കുക. അങ്ങനെ വെരിഫൈ എന്ന് കൊടുത്ത സമയത്ത് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പേജ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ മൈ പ്രൊഫൈൽ കാണാം. നിങ്ങളെ മൈ പ്രൊഫൈൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഭാഗമുണ്ട്. ഈ പ്രൊഫൈൽ എൻട്രിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ഇവിടെ ഫോട്ടോ, സിഗ്നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻ്റെ ഇപ്പുറത്ത് അത് ക്ലിക്ക് ചെയ്യാം. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ജനറൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളടത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏജിൻ്റെ അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ഓക്കെ, അങ്ങനെ നിങ്ങളിത് കംപ്ലീറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. കുറച്ച് നമ്മൾ ഇരിക്കണമെന്നുള്ളൂ, കുറച്ച് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതേ സെയിം പേജിൽ തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കോൺടാക്ട് അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം. ഇവിടെ ക്ലിക്ക് ചെയ്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ അതിലൊക്കെ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ എക്സാം കാര്യങ്ങളൊക്കെ നമ്മളിടും. ഡൗൺലോഡ് ആപ്പ് ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഞാനിതിൽ എൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങളിത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രം പ്രൊഫൈൽ പ്രിവ്യൂ ഒക്കെ നോക്കി അത് സബ്മിറ്റ് ചെയ്യുന്ന ശേഷമാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പോസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതിലേക്കാണോ നിങ്ങൾക്ക് എലിജിബിലിറ്റി നോക്കുക,
നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണോ, അപ്പോൾ നമ്മൾ PSCയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് അതിൻ്റെ എന്തൊക്കെയാണോ ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന എങ്ങനെയാണ് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക്